ഹൈ ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് കരിമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 4 കരിമീനുണ്ട്. അത് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഒരു 2 ചോള കുടംപുളിയാണ്, ഞാൻ അതിനെ മുറിച്ചൊക്കെ ഇട്ടിരിക്കുകയാണ്. വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയുണ്ട്. ഒരു 3 പച്ചമുളകുണ്ട്, കുറച്ച് ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, പിന്നെ കുറച്ച് കുരുമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിട്ട് കറി ഉണ്ടാക്കാം. വെച്ചിരിക്കുന്ന എല്ലാം, അതായത് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, 2 കഷ്ണം വെളുത്തുള്ളി വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചമുളക് 2-3 പച്ചമുളകുണ്ട്, അതും എടുത്തിട്ട് നമുക്കൊന്ന് ചതയ്ക്കാം. ലാസ്റ്റ് കുരുമുളകിനെ ചതയ്ക്കാം. നമ്മൾ ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുരുമുളക് മുഴുവൻ ഇടുന്നില്ല, ഞാൻ കുരുമുളക് കുറച്ച് കുരുമുളക് ഇടുന്നുള്ളൂ. അത് ഒന്ന് ക്രഷ് ചെയ്തിടാൻ വേണ്ടിയാണ് ലാസ്റ്റ് ഇടുന്നത്. ഈ കുരുമുളക് വേറെ ആവശ്യത്തിനാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ശരി, ചട്ടി വെച്ചിരിക്കുകയാണ്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുള്ളൂ. ഇനി നമുക്കതിലേക്ക് ഞാൻ ഒരു അല്പം ഉലുവ, ഇനി ഇതിലോട്ട് നമുക്ക് ചതച്ച് വെച്ച ഉള്ളിയും ഒക്കെ കൂടെ വെച്ചതല്ലേ, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പിന്നെന്താ പച്ചമുളക് എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഒരു 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് തേങ്ങയും മുളകും മാത്രം ഇട്ട് അരച്ച് വെച്ചിരിക്കുകയാണ്. അരപ്പ് ഞാൻ കാണിച്ചില്ല, കാരണം കുറച്ച് നമ്മുടെ ആവശ്യം അവനവൻ്റെ ആവശ്യത്തിനുള്ള തേങ്ങ അരച്ചെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 പിടി തേങ്ങയാണ് എടുക്കുന്നത്. അത് ഞാൻ അരച്ച് എടുത്തിട്ടുണ്ട്. അതും നന്നായിട്ട് അരയണം. തേങ്ങയും മഞ്ഞളും മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടിട്ടില്ല. ഇനി നമുക്ക് എടുത്ത് വെച്ച പുളി ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള പുളി മതി. ഞാനിപ്പോൾ 2 എണ്ണം എടുത്തിട്ടുണ്ട്. 2 ഫുള്ള് ഇട്ടിട്ടില്ല, പുളി നോക്കിയിട്ടിടാം. ഇനി ആ പുളി ഒഴിച്ച് വെച്ചിരുന്ന വെള്ളം, പുളി നമ്മളിട്ട് വെള്ളത്തിലേക്ക് കുതിരാനിട്ട് വെച്ചിരുന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം കൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. പുളിയൊക്കെ നോക്കണം, അവനവൻ്റെ ആവശ്യത്തിനാണ് പുളി ഇടേണ്ടത്. ഇനി ഇതിലേക്ക് ഉപ്പിടാം. ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഈ വെള്ളം പോരെങ്കിൽ വെള്ളം കുറച്ചും ഒഴിക്കാം. ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാൻ പോവാണ്, എന്നിട്ട് കാണിക്കാം. ഇവിടെ അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് തിളച്ചു. നമുക്കിപ്പോൾ ഒന്ന് വേണമെങ്കിൽ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. കാരണം മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ കഴിഞ്ഞാലേ നോക്കാൻ പറ്റുള്ളൂ. എല്ലാം പാകത്തിനുണ്ട്. എന്നാലും ഒരു ചെറിയ കഷ്ണം പുളിയും കൂടി ഞാൻ ഇട്ട് വെക്കുകയാണ്. എല്ലാം പാകമാണ്. ഇപ്പം മീൻ എടുത്തിട്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. 4 എണ്ണത്തിന് വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് വരഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ഞാനൊരു 3-4 മുളക്, ഒന്ന് വെള്ളത്തിൽ ഇട്ട് കുതിർത്ത മുളകാണ്. 2 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരുന്നല്ലോ കുറച്ച് കുരുമുളക്, അതും കൂടെ ഇതിലോട്ടിടുകയാണ്. കറിവേപ്പിലയും, നമുക്കിതിനകത്തോട്ട് ഇഞ്ചിയും 2 ഉള്ളി കൂടെ അരിഞ്ഞിടാം. ഇതിലേക്ക് ഉള്ളിയും ഇഞ്ചിയും ഇട്ട് ഒരു 3-4 ഉള്ളി, ചെറിയ ഉള്ളിയാണ് ഇട്ടിങ്ങനെ, കുറച്ച് മഞ്ഞളും കൂടെ ഇട്ട് നമുക്കിതൊന്ന് ചതച്ചുകൊണ്ട് വരാം. മീൻ കറി ആവുകയാണ്. അതിനിടയ്ക്ക് നമുക്ക് ഒരു കഷ്ണം ഞാൻ ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുക്കാം നമുക്ക്. അതിനകത്തിൻ്റെ കരിമീൻ വരഞ്ഞൊക്കെ വെച്ചിരിക്കുകയാണ്. കുറച്ച് മുളക് പൊടി ഇട്ട്, മഞ്ഞൾപ്പൊടി ഇട്ട്, ഞാൻ ഇതിലോട്ട് ഉപ്പ് നീരാണ് ഒഴിക്കുന്നത്. കുറച്ച് ഉപ്പ് നീര് ഒഴിച്ച് നമുക്കിതൊന്ന് 2 സൈഡ് പുരട്ടി വയ്ക്കാം. പോണ് കറിവേപ്പില ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം, മതി. ഇതിൻ്റെ പണി കഴിഞ്ഞ് നമുക്ക് അടുത്ത വറക്കാനുള്ള പരിപാടി നോക്കാം. വറക്കാനായിട്ട് പാൻ വെച്ചിരിക്കുകയാണ്. ഞാൻ വറക്കാൻ പോരണ്ടേ ഉള്ളൂ. അതിന് മോന് വറക്കണ ഇഷ്ടമാണ്, അതുകൊണ്ട് വറക്കാൻ വെച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് അങ്ങനെ വറുത്തതൊന്നും കഴിക്കാറില്ല അധികം. അപ്പം വറക്കാനുള്ളത് നമ്മൾ മുളകും മഞ്ഞളും
മാത്രം പുരട്ടി ഉപ്പും കൂടെ ചേർത്ത് പുരട്ടി വെച്ചിരിക്കുകയാണ്. നമ്മൾ വേറൊരു അരപ്പരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിന് ലാസ്റ്റ് ഇടുമ്പോഴത്തെ ടേസ്റ്റ് വരും ഇതിന്. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് എണ്ണ ഒഴിക്കാം. ചൂടായിട്ടുണ്ട്, പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. നമുക്ക് ഈ മീനെടുത്ത് അതിലോട്ടിടാം. ഒന്ന് മൂടി വെച്ച് വെക്കാം. നോക്കാം. നമ്മളിവിടെ കുറച്ച് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ആയം നോക്കാം. ആഹാ, ആയിട്ടുണ്ട്. നന്നായിട്ട് മുരിഞ്ഞ് കണ്ടോ, രണ്ട് സൈഡും മുരിഞ്ഞ്. ഈ അരപ്പ് നല്ല രസമാണ് കഴിക്കാനായിട്ട്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇവിടെ കരിമീൻ കറിയും ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ഷെയർ ചെയ്യുക, കണ്ടവർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ കുറച്ച് ദിവസമായിട്ടെങ്കിലും ഇടാതിരിക്കരുത്, കാരണം ആരും ഇതൊന്നും ശ്രദ്ധിക്കുന്ന ഒരു വിഷമം, മനപ്രയാസം നമുക്ക്, അതുകൊണ്ട് ഇടായിരുന്നു. ഇപ്പോൾ എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്ര നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.